ഏതെങ്കിലും ഒരു വഅദി പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ. എനിക്കൊരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഗൾഫിലായിരുന്നു, ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം പോയി ഉസ്താദെ, പട്ടിണിയാ ഉസ്താദെ. അയാളങ്ങ് കരയാ, ഉസ്താദെ പട്ടിണിയാ ഉസ്താദെ, എന്റെ മകൾ ഇന്ന് സ്കൂളിൽ പോയത് ഒരു ഏത്തപ്പഴവും ഉണ്ടാ, ഇന്ന് പൈസ അടച്ചില്ലെങ്കിൽ എന്റെ മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഇയാളങ്ങ് കരയുകയാ. ഇദ്ദേഹത്തിന്റെ ഈ സങ്കടവും ഈ പറച്ചലും കേട്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഗൂഗിൾ നമ്പർ മേടിച്ചിട്ട് ഒരല്പം പൈസ ഇട്ട് കൊടുത്തു. ഒരല്പമല്ല, ഇത്തിരി നല്ല പൈസ ഇട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ സങ്കടം കേട്ടപ്പോ അൽഹംദുലില്ലാ പൈസയെല്ലാം ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം നോക്കുമ്പോ വീണ്ടും വിളിച്ചു, ഉസ്താദ് പൈസയൊക്കെ തന്ന സന്തോഷത്തിൽ ഞാൻ ഹോട്ടലിൽ പോയി കുറച്ചു ഭക്ഷണം വാങ്ങിച്ച് എന്റെ മകൾക്ക് കൊടുത്തു. എന്റെ മകള് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാ. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഹോസ്പിറ്റലിലാണ്, ഇനി ഒരു 10,000-3000 രൂപയുടെ കുറവ് കൂടെ ഉണ്ട്, ഉസ്താദ് എന്തെങ്കിലും തന്ന് സഹായിക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്റെ കൂടെ ഈ ലൈവ് ചെയ്യാൻ വരുന്ന ഷാനവാസ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്, ഓനെ ഏൽപ്പിച്ചു, ഇട്ടുകൊടുത്തേക്കാൻ പൈസ. അതിട്ട് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണിയാകാറായി. ഇദ്ദേഹം വീണ്ടും വിളിച്ചു. അദ്ദേഹം മൂന്നാമതും, വല്ലാഹി ഞാൻ കള്ളം പറയില്ല, മൂന്നാമതും ആ മനുഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ മകള് മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, എന്റെ മകള് മരിച്ചുപോയി ഉസ്താദെ, മയ്യത്ത് കൊണ്ടുപോകണം, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, കുറച്ച് പൈസ ഉസ്താദ് തരണം. ഇത് കേട്ടപ്പോ ഞാൻ തന്നെ ഷോക്കായി പോയി. അല്ലാഹ്, പടച്ചവൻ എന്താ റബ്ബേ കേൾക്കണത്, വല്ലാത്ത വിഷമം വന്നു. അവസാനം ഇദ്ദേഹം ഇങ്ങനെ വിളിക്കുന്നത് കാരണം ഞാൻ പള്ളിയിൽ കയറാൻ സമയമായപ്പോ ഷാനവാസിനോട് ഞാൻ പറഞ്ഞു, മോനെ നീ അദ്ദേഹത്തിന്റെ അഡ്രസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങ്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ മഹല്ലിലോ അല്ലെങ്കിൽ SKSF-ന്റെ ഒക്കെ പ്രവർത്തകരുണ്ടല്ലോ, ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാ മയ്യത്തെടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും സഹായിക്കാൻ പറ്റുമല്ലോ, ആ ഫോൺ നമ്പരും അഡ്രസ്സൊക്കെ ഒന്ന് മേടിക്ക്. ഇത് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. എടോ, അദ്ദേഹം പട്ടിണി കടന്നു എന്ന് പറഞ്ഞത് ഞാൻ സഹിക്കാം, ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസയില്ല എന്നത് പറഞ്ഞ് നമുക്ക് സഹിക്കാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ മക്കള് മരിച്ചെന്ന് പറയൂടോ? ഏതെങ്കിലും? അതാ അദ്ദേഹം പറയാൻ, എന്റെ മോള് മരിച്ചുപോയെന്ന്. അല്ലാഹു മനുഷ്യന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അമ്മീൻ പറയടോ, പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കേണ്ട ഒരുത്തർ ആരെങ്കിലും സഹായിക്കൂ? ഇല്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല.